ബീന പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ അത് മീരയ്ക്കും ആദർശനും ഇടയിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയുള്ളൂ. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. എങ്ങനെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ എന്ന് കരുതി അവൻ പറയുന്ന എല്ലാ കള്ളങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങണോ? ആദർശിനു വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുള്ള ആളാ മീര. അവൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആദർശ് ഇപ്പോഴും ജയിലിൽ കിടന്നേനെ. എന്നിട്ട് അതിന്റെ എന്തെങ്കിലും നന്ദി ആദർശ് കാണിക്കുന്നുണ്ടോ? ഇപ്പോഴും മീര എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ ഇത്രയും ക്രൂരത കാണിച്ചത്. അവളെ കൊണ്ടാവുന്ന പോലെ എല്ലാ കാര്യത്തിലും ആദർശിനെ സഹായിക്കാനല്ലേ മീര നോക്കിയിട്ടുള്ളൂ. അതൊക്കെ ശരിയാണ്. അത് നമുക്ക് മാത്രമല്ല, ആദർശിന്റെ വീട്ടുകാർക്കും അറിയാം. ഓ, വീട്ടുകാരുടെ കാര്യം പിന്നെ കണക്കാ. കുറച്ച് പണം ഉണ്ടെന്നുള്ളത് ശരിയാ. ആ പണമല്ലാതെ യാതൊരു അന്തസ്സും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദർശന്റെ പെങ്ങളൊരുത്തിയുണ്ടല്ലോ, അവൾക്ക് സംസ്കാരം എന്നുള്ള കാര്യം തൊട്ട് തീണ്ടിയിട്ടില്ല. നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നേ? എങ്ങനെ പറയാതിരിക്കുക ഹരിയേട്ടാ? ആദർശ് മീരെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് അവന്റെ അമ്മയും ആന്റിയൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എന്നിട്ട് ഒരെണ്ണം ഹരിയേട്ടനെ വിളിച്ചോ? ഒരു വാക്ക് സംസാരിച്ചോ? മീരയും ആദർശും പ്രേമിച്ച് കെട്ടിയതൊന്നും അല്ലല്ലോ. കുടുംബക്കാരെല്ലാം ആലോചിച്ച് നടത്തിയതല്ലേ. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ വഴി കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവാണോ വേണ്ടത്? മീരയുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ അവന് ഹരിയേട്ടനെ വിളിച്ച് സംസാരിക്കാലോ. ഒരു പ്രശ്നം തീർക്കണം, ഒന്നിച്ച് പോണോ എന്നാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇതൊന്നുമല്ല. അവന് മീരെ ഉപേക്ഷിച്ചിട്ട് വല്ല കൊമ്പത്തെ പെണ്ണിനെയും കെട്ടാനുള്ള പ്ലാൻ ഉണ്ടെന്നാ തോന്നുന്നത്. ആദർശ് അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അങ്ങനൊരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ മീരയും ആദർശം തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് അവൻ പറയില്ലല്ലോ. അത് അവന്റെ ബുദ്ധിയാണെന്നായി എനിക്ക് തോന്നുന്നത്. അവർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാ നമ്മൾ ആ വിഷയം പരിഹരിക്കാൻ നോക്കില്ലേ? ഇത് പ്രശ്നമൊന്നുമില്ലെന്നുള്ള ഭാവത്തിലിരുന്ന നമ്മളും അതിനെ നിസ്സാരമാക്കി അങ്ങ് വിടും. അതുകൊണ്ട് എന്താ നേട്ടം ബീനെ? അതെ, ഹരിയേട്ടൻ വൈകാതെ അറിയും. മിക്കവാറും അവൻ മീരെ ഉപേക്ഷിക്കാൻ ഡിവോഴ്സ് പേപ്പർ അയക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാ ബീനെ പറയുന്നത്? ഹരിയേട്ടനെ വിഷമിപ്പിക്കാനോ ടെൻഷനാക്കാനോ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ സത്യമാ. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ ഈ പ്രശ്നത്തിൽ ഇടപെടണം. അതിപ്പോ വേണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. നമുക്ക് അവർക്ക് അല്പം കൂടി സമയം കൊടുക്കാം. പരസ്പരം പറഞ്ഞ് അവർക്കിടയിൽ തന്നെ തീർക്കാവുന്ന പ്രശ്നമാണെങ്കിൽ അതല്ലേ നല്ലത്. ഞാനോ ബീനയോ എന്തെങ്കിലും പറഞ്ഞു പോയാ അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. ഹരിയേട്ടൻ എത്ര നാൾ ക്ഷമിക്കും? ഇനിയുള്ള കാലം മുഴുവൻ മീര ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ എന്നാണോ? അങ്ങനെയല്ല ബീന, നമുക്ക് അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാം. ഹരിയേട്ടൻ ഈ പറയുന്ന മര്യാദ ആദർശനോട് വേണ്ടെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഇങ്ങോട്ട് മര്യാദ തരുന്നവർക്ക് അങ്ങോട്ടും കൊടുത്താ മതി. ഇതിപ്പോ ഹരിയേട്ടൻ ചോദിച്ചിട്ട് പോലും കാര്യങ്ങൾ തുറന്നു പറയാതെ നാടകം കളിക്കുകയല്ലായിരുന്നോ ആദർശ് ചെയ്തത്? എന്തിനാണ് ആദർശ് നാടകം കളിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മീരയ്ക്കും ആദർശിനും ഇടയിൽ യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ആദർശ് സംസാരിച്ചത്. എന്താണ് ശരിക്കുള്ള പ്രശ്നമെന്നറിയാതെ നമ്മൾ ഇടപെട്ട് പ്രശ്നം വഷളാക്കുന്നത് മണ്ടത്തരോ? ഹരിയേട്ടൻ എന്താ മീരമോളെ വിശ്വാസമില്ലേ? അവള് നുണ പറയുമെന്ന് ഹരിയേട്ടൻ കരുതുന്നുണ്ടോ? ബീന, അതങ്ങനല്ല. ഹരിയേട്ടൻ സമ്മതിക്കാത്തതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ ചെന്ന് സംസാരിച്ച് മീരമോളുടെ കാര്യത്തിനും സൂരജിന്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞ സംശയത്തിനും ഒരു തീർപ്പുണ്ടാക്കിയിട്ട് വന്നേനെ. എനിക്ക് മീരയും സൂരജും ഒരുപോലെ തന്നെയാ. സൂരജിന്റെ കാര്യവും ഇങ്ങനെയായി. ഇനിയും മീരമോളുടെ ജീവിതം കൂടി കൺമുന്നിൽ തകരുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. ഏതായാലും നമുക്ക് കുറച്ചുകൂടി ക്ഷമിക്കാം, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. ശരി, ഹരിയേട്ടന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നിങ്ങളുടെ കാര്യത്തിൽ സംശയം ഉണ്ടായതുകൊണ്ടായിരിക്കില്ലേ ഹരി നിന്നെ കണ്ട് സംസാരിച്ചത്? അതിന് മാത്രമൊന്നുമല്ല, സൂരജിന്റെ കാര്യം കൂടി സംസാരിക്കാനാ ഹരിങ്ങൾ വന്നത്. എന്നാലും ആദർശ് മറ്റെങ്ങും പോകാതെ ഇവിടെ തന്നെ ഉള്ളപ്പോ മീരയെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിൽ അവർക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഒരു സംശയം ഉണ്ടാകും. അവർക്ക് എന്താണ് ചിന്തിക്കാൻ വയ്യാത്തത്?
മറ്റൊരാളുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ശക്തിയൊന്നും ഇവിടെ ആർക്കും ഇല്ല. പിന്നെ ചിന്തിക്കുന്ന എല്ലാം സത്യമായിരിക്കണമെന്ന് ആരും വാശി പിടിക്കരുത്. അതല്ല ആദർശേ. വേണ്ടമ്മേ, നിങ്ങളുടെ എല്ലാവരുടെയും സംസാരം മീരയെ തിരികെ വിളിക്കാൻ പറയാനാ പോകുന്നതെന്ന് എനിക്കറിയാം. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. ശരി, സമ്മതിച്ചു. എന്നാലും മീരയിൽ നീ കാണുന്ന കുറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ മീരയോട് ഓഫീസിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞതുപോലെയുള്ള നിസ്സാര കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞതാണോ നിനക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം? കാര്യവും കാരണമൊന്നും തിരയാൻ ആരും നിൽക്കണ്ട. മീര തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ. സമയമാവുമ്പോ ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഇവന്റെ രീതികളൊന്നും എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചേച്ചി. മാധവി, കുറച്ചു ദിവസം മുമ്പ് മീരയുടെ സമയം മോശമാവുന്നു ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. ഇത് അതിന്റെയൊക്കെ ഭാഗമായി സംഭവിക്കുന്നതാ. മനസ്സിലായില്ല. മീരയുടെ ഗ്രഹനിലയിൽ ഗ്രഹസ്ഥാനങ്ങൾക്ക് കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഈശ്വര അനുഗ്രഹത്തിന് മൗഢ്യം സംഭവിച്ചിരിക്കുകയാണിപ്പോ. അതിന്റെ ഫലങ്ങൾ അവളുടെ ജീവിതത്തിൽ പ്രകടമായി തന്നെ ഉണ്ടാകും. പക്ഷെ ഇതൊന്നും മീരയുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്നതല്ലോ. അതെ, ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതും പഴി കേൾക്കേണ്ടി വരുന്നതും വല്ലാത്തൊരു കഷ്ടം തന്നെയാ. അത് ശരിയാണ്. ആദർശം അത് കുറെ അനുഭവിച്ചതല്ലേ? അതെ, എല്ലാവർക്കും ജീവിതത്തിൽ അത്തരം മോശം സമയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ എത്ര ആലോചനയോടെ എടുക്കുന്ന തീരുമാനങ്ങളും വലിയ മണ്ടത്തരങ്ങളാവാനാണ് സാധ്യത. മീരയുടെയും ആദർശിന്റെയും ഇടയിലുള്ള ഈ പ്രശ്നം വളരാതെ നമ്മൾ എത്രയും പെട്ടെന്ന് തടയണം. അല്ലെങ്കിൽ ഈ ബന്ധം തന്നെ അകന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനൊന്നും സംഭവിക്കില്ല സുഭദ്രേച്ചി. മീര നല്ല ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാ. ഭഗവാൻ അങ്ങനെയൊന്നും അവളെ കൈവിടില്ല. മീരയ്ക്ക് ഈശ്വരാനുഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാലദോഷം ബാധിക്കുമ്പോ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. ഭഗവാൻ മനുഷ്യ അവതാരം എടുക്കുമ്പോ പോലും ഇത്തരം കാലദോഷങ്ങൾ ബാധിക്കുന്നത് നമുക്ക് പുരാണങ്ങളിൽ കാണാൻ സാധിക്കും. മനുഷ്യൻ അവന്റെ വിവേകവും ഇച്ഛാശക്തിയും കൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്യണം. അല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ടാ ഞാൻ ആദർശിന്റെയും മീരയുടെയും കാര്യം നിസ്സാരമായി കാണരുതെന്ന് പറഞ്ഞത്. ഞാനതിനെ നിസ്സാരമായിട്ടൊന്നും കാണുന്നില്ല ചേച്ചി. മീരയെ തിരിച്ചു കൊണ്ടുവരാൻ എന്നാലാകുന്ന രീതിയിൽ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇതിലപ്പുറം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. മനസ്സിലായി. നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുക. ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളും. ഈശ്വരന്റെ തീരുമാനം എന്താണോ അതല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒടുവിൽ സംഭവിക്കൂ. നമുക്ക് നോക്കാം. ഇവിടെ വന്നപ്പോ മുതലേ മോൾ ആരെയോ നോക്കുന്നുണ്ടല്ലോ. ആരെയായി നോക്കുന്നേ? ഞാൻ ഇവിടെ വെച്ച് കാണുന്ന മുകുന്ദേണ്ണനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? മുകുന്ദേണ്ണനെ നോക്കിയതാ ഞാൻ. ഇവിടെ എങ്ങും കാണുന്നില്ല. ഒരു മനുഷ്യന് എന്തൊക്കെ തിരക്കുകൾ കാണും മോളെ. ഏത് നേരവും ക്ഷേത്രത്തിൽ തന്നെ വന്നിരിക്കാൻ പറ്റുമോ? ആ, ഞാൻ മിക്കപ്പോഴും ഇവിടെ വെച്ച് കണ്ട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാ നോക്കിയത്. അതെന്തെങ്കിലും ആവട്ടെ, മോള് വാ, നമുക്കിവിടെ കുറച്ചു നേരം ഇരിക്കാം. എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ബീനാമേ, എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? മോളെ, ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെ മോള് മനസ്സിലാക്കണം. എന്തായാലും ബീനാമ്മ പറഞ്ഞു. ആദർശിന്റെയും മോളുടെയും ജീവിതം ഇങ്ങനെ പോയാ മതിയോ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സൗന്ദര്യപ്പിണക്കവും ചെറിയ വഴക്കുകളും ഒക്കെ സർവ്വസാധാരണ. അത് വലിച്ചു നീട്ടാതെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നിടത്താ ഒരു പെണ്ണിന്റെ വിജയം. ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ ബീനാമേ? ആദർശനല്ലേ എന്നെ കൊണ്ടാക്കിയത്. മോളെ, എല്ലായിടത്തും വിജയങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ആദർശിന് അടുപ്പിച്ച് പരാജയങ്ങൾ വന്നപ്പോ മാനസികമായിട്ട് ആദർശം തകർന്നിട്ടുണ്ടാവും. ആ ദേഷ്യത്തിലായിരിക്കും മോളോട് അങ്ങനെ ചെയ്തത്. ആദർശിനോട് ക്ഷമിക്കാൻ മോൾക്കല്ലേ സാധിക്കൂ?
അതുകൊണ്ട് ആദർശിന്റെ പിണക്കം കാര്യമാക്കാതെ മോള് തിരിച്ചു പോണോന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ആരോടും വാശി കാണിക്കാതെ എല്ലായിടത്തും തോറ്റു കൊടുക്കുന്ന ആളായിരുന്നില്ലേ മോള്? പിന്നെന്താ ഈ കാര്യത്തിൽ മാത്രം വാശി കാണിക്കുന്നത്? മോള് തോൽവി സമ്മതിച്ച് തിരിച്ചു ചെല്ലുന്നതോടെ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ മാറുമെങ്കിൽ അതല്ലേ മോളെ നല്ലത്? ബീനാമ കരുതുന്ന പോലെ എന്റെ വാശി കൊണ്ടോ ദേഷ്യം കൊണ്ടോന്നും അല്ല ഞാൻ ആദർശന്റെ വീട്ടിലേക്ക് പോവാത്തത്. ഞാൻ അങ്ങനെ ചെയ്യാത്തത് ആദർശന് വേണ്ടിയാ. ഞാനവിടെ ഇല്ലാത്തതാണ് ആദർശന് സന്തോഷമെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ അത് നശിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ മോൾക്കിപ്പോ തോന്നുന്നത് മോളുടെ പ്രായത്തിന്റെയാ. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിന്റെ തണൽ ആവശ്യമാ. ഇപ്പം മോളെ നോക്കാൻ അച്ഛനുണ്ട്, മോൾക്ക് താമസിക്കാൻ വീടും ഉണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല, കാലം മുന്നോട്ടാ പോകുന്നത്. അപ്പോ ഇന്ന് തിരികെ പോകാതെ വാശി കാണിച്ചു തോർത്ത് മോൾക്ക് വിഷമം തോന്നും. മോള് ഞങ്ങൾക്കൊരു ഭാരമായതുകൊണ്ടോ നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയൊന്നും അല്ല ബീനാമ്മ ഇങ്ങനൊക്കെ പറയുന്നത്. മായ നിന്റെ കൂടെ ഉണ്ടെങ്കിലും ഇങ്ങനെ പറയൂന്ന് എനിക്ക് ഉറപ്പാ. ബീനാമ പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നെ വേണ്ടെന്ന് വെച്ച ആളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ എനിക്ക് സാധിക്കില്ല. ഇങ്ങനൊരു തീരുമാനം എടുത്താ നഷ്ടം മോൾക്ക് മാത്രം, അത് മറക്കണ്ട. ആദർശനം മറ്റൊരു വിവാഹം നടക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. പക്ഷേ മോളുടെ കാര്യം അങ്ങനെ ആവില്ല. ഭർത്താവ് നഷ്ടപ്പെട്ടു ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നേരിട്ടറിഞ്ഞവളാ ഞാൻ. അന്ന് ഹരിയേട്ടനെ പോലൊരാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. ഞാൻ അനുഭവിച്ച പോലൊന്നും മോൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് കൂടിയാ ഞാൻ ഇങ്ങനൊക്കെ പറയുന്നത്. മനസ്സിലായി ബീനാമേ. ആദർശേട്ടൻ എന്നെ വെറുക്കാനോ ഉപേക്ഷിക്കാനോ പറ്റില്ലെന്ന് തന്നെയാ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചു ദിവസത്തേക്ക് ഞാൻ മാറി നിൽക്കുന്നത് കൊണ്ട് ആദർശേട്ടന് സന്തോഷവും സമാധാനവും കിട്ടുമെങ്കിൽ അതിന് അനുവദിച്ചൊഴിഞ്ഞു നിൽക്കുന്നത് തന്നെയല്ലേ ബീനാമേ നല്ലത്? അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മാറാനും എന്നെ വന്ന് തിരിച്ചു വിളിക്കാനും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദർശേട്ടൻ എന്നോട് ആവശ്യപ്പെട്ട സമയം അദ്ദേഹത്തിന് കൊടുക്കാതെ ഞാൻ തിരിച്ചു ചെന്നാ ആദർശേട്ടൻ എന്നോടുള്ള ദേഷ്യം കൂടുതലല്ലേ ഉള്ളൂ. അതാ മോൾക്ക് ശരിയെന്ന് തോന്നുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. പക്ഷേ ആ കാത്തിരിപ്പ് അധികനാൾ നീണ്ടുപോകരുത്. മോളുടെ മുന്നിൽ കാണിക്കുന്നില്ലെങ്കിലും മോളെ ഓർത്ത് ഹരിയേട്ടന് നല്ല വിഷമമുണ്ട്. അത് മോള് മറക്കരുത്. ഇല്ല, ഒരിക്കലും ആർക്കും ഞാൻ കാരണം ഒരു സങ്കടം ഉണ്ടാവില്ലെന്നാ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ശരി, ഇനി നമുക്ക് പോവാം. വീട്ടിൽ വെച്ച് ഇതൊക്കെ പറഞ്ഞ ഹരിയേട്ടൻ കൂടി കേൾക്കുമല്ലോ എന്ന് കരുതിയ ഇവിടെ വെച്ച് സംസാരിക്കാന്ന് കരുതിയത്. മനസ്സിലായി. എന്നാ വാ. മീരയും ആദർശേട്ടനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. അതെന്താ മോൾക്ക് അങ്ങനെ തോന്നിയത്? മീര ഒരു കാരണവുമില്ലാതെ ഹരിയങ്ങളിന്റെ അടുത്ത് വന്ന് ഇത്രയും ദിവസം നിൽക്കില്ലല്ലോ. അത് ശരിയാണല്ലോ. ഒന്നാമത്തെ കമ്പനി കാര്യങ്ങളെല്ലാം മീരയും കൂടിയല്ലേ നോക്കുന്നത്. അതെ, എന്ന് കരുതി മീര മോൾക്ക് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നുന്നത് സൂരജിന്റെ പ്രശ്നത്തിൽ ബീന വലിയ സങ്കടത്തിലല്ലേ. അതുകൊണ്ടാവും ബീനയ്ക്ക് കൂട്ടിന് മീരമോള് വന്ന് നിന്നതെന്ന്. അതൊരിക്കലും ആവില്ല. അങ്ങനെയാണെങ്കിൽ നിൽക്കേണ്ടിയിരുന്നത് ഇപ്പോഴല്ലല്ലോ. സൂരജിനെ കാണാതായ ആദ്യ ദിവസങ്ങളിലല്ലേ മീര വരേണ്ടിയിരുന്നത്. അതെ അച്ഛാ, അമ്മ പറഞ്ഞത് ശരിയാ. മീരയ്ക്ക് എന്തോ വലിയ വിഷമമുണ്ടെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാ. പക്ഷേ അവൾ ആ സങ്കടമൊന്നും ആരെ അറിയിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പെൺകുട്ടികളുള്ള മാതാപിതാക്കളുടെ അവസ്ഥ വലിയ കഷ്ടം തന്നെ അല്ല മനോജേട്ടാ? അതെന്താ തന്നെ? വിവാഹം കഴിച്ചു വിട്ടാലും ഇല്ലെങ്കിലും അവരെ ഓർത്ത് ഒരുങ്ങേണ്ടി വരും. മാതാപിതാക്കൾക്ക് മനോവേദന ഉണ്ടാവാൻ അത് പെൺമക്കളാവണമെന്നോ ആൺമക്കളാവണമെന്നൊന്നും ഇല്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മാത്രം കാഴ്ചപ്പാടിലായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതും ശരിയാ.
എന്നാലും എന്തായിരിക്കും മീരയ്ക്കും ആദർശിനും ഇടയിലുള്ള പ്രശ്നം? അതാ എനിക്ക് മനസ്സിലാവാത്ത. ആദർശ് സാധാരണ ആൺകുട്ടികളെ പോലെ നിസ്സാര കാര്യത്തിന് ഭാര്യയെ കുറ്റപ്പെടുത്തുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ മീരയ്ക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും മീരയ്ക്കൊപ്പം നിന്ന ആളാണ് ആദർശ്. അതുകൊണ്ടാ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അത് അച്ഛൻ പറഞ്ഞത് ശരിയാ. എങ്കിലും അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിക്കണം അച്ഛാ. മീര നമുക്ക് ചെയ്ത കാര്യങ്ങൾക്ക് എന്ത് പകരം ചെയ്താലും മതിയാവില്ല. അത് ശരിയാ. നമ്മുടെ മോളുടെ കാര്യത്തില് ഇത്രയെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം മീരമോള. ആദ്യം അവർക്കിടയിൽ എന്താ പ്രശ്നമെന്നറിയണം. മീരമോളും ആദർശിനെ പോലെ തന്നെ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളല്ല. ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ച് ആദർശിനൊപ്പം നിൽക്കാനേ മീര ശ്രമിക്കൂ. ഒരിക്കലും ഒരു വഴക്കിന്റെ പേരിൽ പിണങ്ങി സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു പെണ്ണാണ് മീരയെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനാണോ മനോജേട്ട പ്രയാസം? രണ്ട് വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണല്ലേ? അതെ അമ്മേ. പക്ഷെ അച്ഛൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നിസ്സാര പ്രശ്നമാണെങ്കിൽ മീര ഒരിക്കലും അത് വലുതാക്കില്ല. അന്ന് ആദർശേട്ടൻ ആ വീട്ടിലില്ലാതിരുന്ന സമയത്ത് പോലും എത്രയോ പ്രശ്നങ്ങൾ വന്നിട്ടും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും അവിടെ നിൽക്കുകയല്ലേ മീര ചെയ്തത്. അതെ, അതുകൊണ്ടൊക്കെ തന്നെയാ എനിക്കിങ്ങനെ ഒരു കാര്യം വിശ്വസിക്കാനാകാത്ത. ഇനി അഥവാ എന്തെങ്കിലും ഒരു വഴക്കിന്റെ പേരിലാണ് മീരമോള് വന്ന് നിൽക്കുന്നതെങ്കിൽ ഹരി അതൊരിക്കലും എന്നോട് മറച്ചു വെക്കില്ല. മീരയുടെ എന്ത് കാര്യമാണെങ്കിലും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ഹരി എന്നോട് അഭിപ്രായം ചോദിക്കാറും പറയാറുള്ള ആളാ. എല്ലാവരും എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ മനോജേട്ട. അവരുടെ വീട്ടിലുണ്ടായ പ്രശ്നം പുറത്തറിയിച്ച് അത് വഷളാക്കണ്ടെന്ന് ഹരി തീരുമാനിച്ചെങ്കിൽ അതിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആവില്ല കാര്യങ്ങള്. എനിക്ക് തോന്നുന്നത് മീരയുടെ വിഷമങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ലെന്ന് തന്നെയാ. മീര പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സ്വയം വിഷമിച്ചാലും എത്ര വേദന അനുഭവിച്ചാലും താൻ കാരണം മറ്റാർക്കും വിഷമം ഉണ്ടാകരുതെന്നല്ലേ അവള് ചിന്തിക്കൂ. അത് സത്യമാ. പാവം മീര കുട്ടിക്കാലം മുതൽ ഒരുപാട് വേദന അവൾ സഹിച്ചതാ. വിവാഹത്തോടെ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷെ തുടക്കം മുതലേ അവിടെയും പ്രശ്നങ്ങളാ. എല്ലാം കഴിഞ്ഞ് സമാധാനമുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ. മനോജേട്ടൻ എന്തായാലും ഹരി ഒന്ന് വിളിച്ച് സംസാരിക്കും. കാര്യം എന്താണെന്ന് അറിയാലോ. അത് വേണ്ടച്ചോ. ഹരിയെങ്കിലും ബീനാന്റിയും അല്ലെങ്കിൽ തന്നെ വലിയ വിഷമത്തില. ഇനി അവരറിയാത്ത കാര്യമാണെങ്കിൽ ഈ ടെൻഷനും കൂടി കൊടുക്കണ്ട. മോള് പറഞ്ഞതാ ശരി. ഏതായാലും മീരമോള് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയായിരിക്കും. അവൾ ഒരിക്കലും മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അതുകൊണ്ട് നമ്മളെ അറിയിക്കേണ്ട സമയത്ത് മീരമോള് കാര്യങ്ങൾ നമ്മളോട് പറയും. അതുവരെ നമ്മൾ കാത്തിരിക്കുന്നതാണ് നല്ലത്. അതുമല്ല, അവർക്കിടയിൽ അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർ ഇടപെട്ടാൽ അത് വഷളാവും. അതെ, തൽക്കാലം നമ്മളൊന്നിലും ഇടപെടാതിരിക്കുന്നതാ നല്ലത്. കാര്യങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ മീരയ്ക്ക് അറിയാവുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. അതെ, അതാ നല്ലത്. ആദർശേ, നിന്റെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? കമ്പനിയെല്ലാം നോർമലായിട്ട് തന്നെ പോകുന്നു. അല്ല, മീര പോയി കഴിഞ്ഞാൽ കമ്പനി പൊളിയുന്നല്ലേ അവള് പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോ നോർമലായി പോകുന്നു എന്ന് പറയുന്നത് വലിയ സംഭവമല്ലേ? അപ്പൊ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കണ്ട. ഞാൻ വെറുതെ പറയുന്നതല്ലാന്ന് എന്നെക്കാൾ നന്നായി നിനക്കറിയാലോ. മീര പറഞ്ഞു നടന്നത് എല്ലാവരും അങ്ങനെ വിശ്വസിച്ചതുമാണ്. അപ്പോഴാണ്
നീ ഇങ്ങനെ ധീരമായ തീരുമാനം എടുത്ത് അവളെ വീട്ടിൽ കൊണ്ടാക്കിയത്. അതോടെ എല്ലാവരും കമ്പനി തകർന്നു എന്ന് തന്നെ ഉറപ്പിച്ചു കാണും. പക്ഷേ ഇപ്പൊ നീ പറഞ്ഞതുപോലെ കമ്പനി കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ മിടുക്കൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്റെ അഭിപ്രായത്തില് നീ ഇനി ഒരു കാരണവശാലും മീരയെ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരരുത്.